കെ.സി. വേണുഗോപാൽ, കെ. സുധാകരൻ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. കെ. സുധാകരൻ മടങ്ങി. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത് വി.ഡി. സതീശൻ, വി.എം. സുധീരൻ കൂടിക്കാഴ്ചയാണ്. മേഘന മുരളി അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായുണ്ട്. മേഘന, വി.ഡി. സതീശൻ മടങ്ങിയോ? അൽജ, വി.ഡി. സതീശനും വി.എം. സുധീരനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. വീടിനകത്തേക്ക് വി.ഡി. സതീശൻ നിയുക്ത മുഖ്യമന്ത്രി കയറിപ്പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വി.എം. സുധീരന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അതിൽ അല്പസമയം മുന്നേ 5 മിനിറ്റ് മുന്നെയാണ് ഗൗരീശപട്ടണത്തുള്ള വി.എം. സുധീരന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 10 ദിവസം പ്രതിസന്ധി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണെന്നുള്ള വലിയ ചോദ്യം ഉണ്ടായിരുന്ന സമയത്ത് വി.എം. സുധീരൻ വി.ഡി. സതീശനെ പിന്തുണച്ചു എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നന്ദി അറിയിക്കുക എന്ന് തന്നെയായിരിക്കണം ഈ ഒരു യാത്രയുടെ ഈ ഒരു വരവിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ എ.കെ. ആന്റണിയുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിയമസഭാ കക്ഷി യോഗത്തിനായി തിരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇപ്പോൾ കൂടിക്കാഴ്ച തുടരുകയാണ്. വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. കൂടാതെ ഈ ഗൗരീശപട്ടണത്ത് അടക്കമുള്ള നേതാക്കളും പ്രാദേശിക നേതാക്കളും ജനങ്ങളും അടക്കം മുഖ്യമന്ത്രിയെ കാണാനായി ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കൂടിക്കാഴ്ച തുടരുകയാണ്. ഇതിനുശേഷമായിരിക്കും ഈ നിയമസഭാ കക്ഷി യോഗത്തിനായി തിരിക്കുന്നുണ്ടാവുക. അതിനുശേഷം ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം പ്രതികരണം അടക്കം ഉണ്ടാകും. അതിൽ നേരത്തെ തന്നെ വി.എം. സുധീരന്റെ ഒരു പ്രതികരണമായി വന്നത് ജനങ്ങളുടെ അഭിപ്രായം മാനിക്കണം, അതുപോലെ ജനവികാരം എന്താണ് എന്നുള്ളത് മാനിക്കണം എന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞത്. അതുപോലെ തന്നെ മുൻ KPCC അധ്യക്ഷന്മാരെ അടക്കം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ അതിലൊരാളായിരുന്നു വി.എം. സുധീരൻ. അപ്പോഴും ഈ കേരളത്തിലെ ജനവികാരം എന്താണ്, അതിൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹൈക്കമാൻഡിനോടും രാഹുൽ ഗാന്ധിയോടും എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് വി.എം. സുധീരൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു എ.കെ. ആന്റണിയും ഈ കേരളത്തിലെ ജനവികാരം എന്താണ്, അതല്ലെങ്കിൽ കേരളത്തിലെ ഗ്രൗണ്ട് എന്താണ് എന്ന് കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നന്ദി പ്രകടനമാണ് വി.ഡി. സതീശന്റെ ഈ ഒരു യാത്രയിലേക്ക്, അതായത് നിയമസഭാ കക്ഷി യോഗത്തിന് മുന്നേയുള്ള ഈ സന്ദർശനത്തിനുള്ള ഒരു കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ വി.ഡി. സതീശൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി.എം. സുധീരൻ തന്റെ ഗുരുവാണ്, തന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയം പഠിപ്പിച്ച ഗുരുവാണ് എന്നടക്കമുള്ള പ്രതികരണങ്ങളും മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്ര, അല്ലെങ്കിൽ ഈ ഒരു സന്ദർശനം, കൂടിക്കാഴ്ച, അത് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം പ്രതികരണം ഉണ്ടാകും. അതുപോലെ വി.ഡി. സതീശന്റെ കൂടെ MLA-മാരായിട്ടുള്ള വി.ടി. ബൽറാം, അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസ് എന്നിവരടക്കമുണ്ട്. കൂടാതെ നല്ലൊരു പോലീസ് സന്നാഹവും മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങും. ശേഷം പ്രതികരണം ഉണ്ടാകും. ഇവിടെ നിന്ന് നേരെ പോകുന്നുണ്ടാവുക നിയമസഭാ കക്ഷി യോഗത്തിനായിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.